എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിജയദശമിയാണ്, കലയുടെയും അക്ഷരങ്ങളുടെയും ദിവസം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം ഏറെ പ്രധാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതം അവരെ വെല്ലുവിളിക്കുമ്പോഴും ദൈവം അവർക്ക് അറിഞ്ഞു നൽകിയ കഴിവുകളെ, കലാവാസനകളെ തിരിച്ചറിഞ്ഞ് അവരെ കൈപിടിച്ച് നയിക്കാൻ എന്നും മുന്നിൽ തന്നെയായിരുന്നു നമ്മുടെ ഈ സ്കൂൾ. അതിന് നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇന്നത്തെ ദിവസത്തെ ആഘോഷത്തിന്റെ സ്പോൺസറായ ശ്രീ ഗിരിധർ നമ്പ്യാരെ നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അദ്ദേഹവും സഹധർമ്മിണിയായ ശ്രീമതി സുമിത ഗിരിധറുമാണ് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥികൾ. അവരെ ഞാൻ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Thank you. Thank you. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നിർവഹിക്കാൻ ശ്രീ ഗിരിധർ നമ്പ്യാരെയും ശ്രീമതി സുമിത ഗിരിധറിനെയും ഞാൻ ക്ഷണിക്കുന്നു. ഈ കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ശ്രീ ഗിരിധർ നമ്പ്യാർ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എന്റെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ നമസ്കാരം. ഇങ്ങനെ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പലവിധ വെല്ലുവിളികളോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. അവരെ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ വിടർന്ന വൈവിധ്യമായ പൂക്കളെ പോലെയാണ് നമ്മൾ എല്ലാവരും എന്ന് നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിന്റെ ചില പൊതുബോധങ്ങളെ മാറ്റി എഴുതിക്കൊണ്ട് ഇനിയുള്ള തലമുറ എല്ലാ വൈവിധ്യങ്ങൾക്കിടയിലും പരസ്പരം ചേർന്ന് നിൽക്കണം. ഈ ആശയത്തിനായി പൊരുതി കൈയും മെയ്യും മറന്ന് ജീവിതം തന്നെ ഈ കുഞ്ഞുങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച ലക്ഷ്മി ടീച്ചറെ ഞാൻ ഹൃദയം കൊണ്ട് നമിക്കുന്നു. ഇവരെ പോലെ മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത ആളുകളാണ് ഈ ഭൂമിയെ മനോഹരം. പിന്നെ മൂന്നാമത്തേത് പഞ്ഞിപ്രതിമ. അതാണെങ്കിലോ ആ പാത്രത്തിലെ വെള്ളം മുഴുവനും പിടിച്ചെടുത്തു. പാത്രത്തിലെ വെള്ളം മുഴുവൻ അങ്ങനെ വറ്റിപ്പോയി. സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ചില സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരെ പോലെ. പക്ഷേ വളർന്നു വരുമ്പോ നിങ്ങളാകേണ്ടത് അവസാനത്തെ പാത്രത്തിൽ വെച്ചിരുന്ന കൽക്കണ്ടത്തിന്റെ പ്രതിമയെ പോലെ. എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? കൽക്കണ്ടത്തിന് നല്ല മധുര. അപ്പോ കൽക്കണ്ടം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന എന്താ സംഭവിക്കുക? ആ വെള്ളം മുഴുവനും മധുരമുള്ളതായി മാറിയില്ലേ? സ്വന്തം മനസ്സിന്റെ നന്മയും മധുരവും ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന കൽക്കണ്ടം പോലെ എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള കൽക്കണ്ടത്തിന്റെ കഷ്ണങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ചുറ്റുകൾക്ക് വഴിപാട് നടത്താൻ ഇന്നെന്താ വിശേഷം? ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല തിരുമേനി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതാ ഇവിടുത്തെ ദേവിക്ക് പ്രിയപ്പെട്ട വഴിപാട് ചുറ്റുവിളക്കാണ്. മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു തന്നെ അങ്ങ് വിചാരിക്ക. അതെ ചന്ദ്രേട്ടാ, പോറ്റി പറഞ്ഞത് കേട്ടില്ലേ?
നമ്മൾ വിചാരിച്ച കാര്യത്തിന് ഫലം ഉറപ്പാണെന്ന്. ലക്ഷണങ്ങൾ കണ്ടിടത്തോളം സാനിയ ഗർഭിണിയാണെന്ന് തന്നെ എന്റെ വിശ്വാസം. പിന്നെന്തിനാ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വഴിപാട് നടത്തിയത്? അത് പിന്നെ വേറൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാ. സുമിമോളുടെ കാര്യമായിരിക്കും. ഏയ് അല്ല, നവ്യയ്ക്ക് മുമ്പ് സാനിയെ പ്രസവിക്കണം. എന്നാ മാത്രമേ ഒയ്യാരത്ത് കുടുംബത്ത് നമുക്കൊരു വിലയുണ്ടാവൂ. മരുമക്കളുടെ പ്രസവം നീ ഒരു മത്സരമാക്കി എടുത്തിരിക്കുകയാണോ ഇന്ദിരേ? ഈശ്വരന്റെ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് സുമിമോൾക്ക് വേണ്ടി കൂടിയായിരുന്നു. നമ്മുടെ സുമിക്കൊരു കുഞ്ഞുണ്ടായാൽ ഒയ്യാരത്ത് കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ശരിക്ക് സുമിയുടെ പേരിൽ ഒരു ചുറ്റുവിളക്ക് നേരേണ്ടതായിരുന്നു. അവൾക്ക് വേണ്ടി നീ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാ മാത്രം മതി ഇന്ദിരേ. കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മോൾ എന്നും ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ. ചന്ദ്രേട്ടാ, ഒരു മിനിറ്റ്. അല്ലെങ്കിൽ വേണ്ട, ചന്ദ്രേട്ടൻ പ്രദർശനം വെച്ച് വന്നോളൂ. ഞാൻ ഒന്നുകൂടെ ഒന്ന് തൊഴുതിട്ട് വരാം. ഏട്ടത്തി, ഇവിടെ ഡിഷ് വാഷ് വല്ലതും കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഓക്കെ. സനു, നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, വിശപ്പില്ല. അപ്പൊ സനുവേട്ടത്തി പ്രഗ്നന്റ് ആണ്. ഈ രഹസ്യം അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എല്ലാവരും അറിയിക്കുന്നതിന് മുമ്പ് ഇത് സത്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കണം. സനു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? എനിക്ക് അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഞാനിപ്പോ പറയുന്ന കാര്യം അമ്മ വേറെ ആരോടും പറയരുത്. എന്താ സനു? നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറയാൻ. അമ്മ, ഞാൻ പ്രഗ്നന്റാ. ആണോ? ഇത്രയും സന്തോഷമുള്ള ഒരു വാർത്തയാണോ നീ ആരോടും പറയരുതെന്ന് പറഞ്ഞേ? ഈ വിവരം എല്ലാവരെയും അറിയിച്ച് ആഘോഷിക്കല്ലേ വേണ്ടത്. അമ്മ എന്തിനിങ്ങനെ തുള്ളിച്ചാടുന്നേ? ഇത്രയും നല്ലൊരു വാർത്ത കേട്ടിട്ട് ഞാൻ പിന്നെ തുള്ളിച്ചാടാതെ? ഞാനൊരു അമ്മൂമ്മയാവാൻ പോവല്ലേ. അമ്മൂമ്മയല്ല, മണ്ണം കെട്ട. എനിക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിലോ? സനു, നീ വെറുതെ ദൈവദോഷം പറയല്ലേ. ഈശ്വരനെ അനുഗ്രഹിച്ചു തരുന്ന നിധിയാ കുഞ്ഞുങ്ങള്. അതിനെ നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. എന്നെ കൊണ്ട് ഇതിനു മുമ്പ് അബോർഷൻ നടത്തിച്ച അമ്മ തന്നെയാണോ ഈ പറയുന്നത്? അത് പിന്നെ വിവാഹത്തിന് മുൻപ് നീ ഗർഭിണിയായ നിന്റെ അമ്മയായി ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നീ പറ. എന്നാ ഇപ്പോഴത്തെ അവസ്ഥ അതാണോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ട. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എന്റെ കരിയറിൽ ഒരു ഹൈപ്പ് ഉണ്ടായി വരുന്ന സമയം ഇത്. ഈ സമയത്ത് ഈ കുഞ്ഞുകൂടെ വന്ന് എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടി അമ്മ. അമ്മയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കണം. എന്റെ പൊന്ന് സനു, നീ ഇങ്ങനെ കരയാതെ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അച്ഛമ്മ. മോളെ സനു, ഈ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷായി. എന്തു പറ്റി അച്ഛമ്മ? നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. എന്നാലും എന്റെ മോളെ, നീ ആദ്യം എന്നെ വിളിച്ചു പറയുന്ന ഞാൻ കരുതിയത്. അതുപോട്ടെ, സാരില്ല. അല്ല, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന മോളെ? എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നോട് സംസാരിക്കാൻ നാണായിരിക്കും അല്ലേ? സാരില്ല, നാളെ ഡോക്ടറെ കണ്ട് ഉറപ്പിച്ചിട്ട് എന്നെ വിളിക്കാനിരിക്കല്ലേ. അതുവരെ ക്ഷമിച്ചിരിക്കാൻ ഈ അച്ഛമ്മക്ക് പറ്റിയില്ല. അതുകൊണ്ടാ കേട്ടോ. അല്ല മോളെ, ശ്രീ എവിടെ? ഞാൻ അവനോടും ഒന്ന് സംസാരിക്കട്ടെ. ഫോൺ കൊടുക്കേ. അത് പിന്നെ അച്ഛമ്മ,
ശ്രീ രാത്രി ഉറങ്ങാറായി. അതുകൊണ്ട് ഇതാ എത്ര രാത്രിയായാലും അച്ഛമ്മയോട് രണ്ടു വാക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? പറ അച്ഛമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മോനെ, വിശേഷങ്ങളൊക്കെ അവിടെയല്ലേ? നീ ഒരു അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷം നിന്റെ ശബ്ദത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോ? നീ എന്റെ അടുത്ത് പൊട്ടക്കളിക്കൊന്നും വേണ്ട. സനുമോള് ഗർഭിണിയാണെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും ശരി, രണ്ടാളും കൂടി നാളെ പോയി ഡോക്ടറെ കാണാം. എന്നിട്ട് ആ വിവരം ഞങ്ങളെ ഒന്ന് വിളിച്ചു പറയണം. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാനിരിക്കുക. ശരി അച്ഛമ്മ, ഞാൻ വിളിക്കാം. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ സനു? അയ്യോ ശ്രീ, വീട് എന്നെ നിലത്ത് നിർത്ത്. ശ്രീ, ശ്ശോ, വീട്. ഒരു 4-5 മാസം കഴിഞ്ഞാലേ നിന്നെ ഇതുപോലെ എടുക്കാൻ പറ്റുമോ? ശ്രീ വീട്. ശ്രീ, ഓ, എന്തായാലും ഈ സന്തോഷ വാർത്ത നീ ആദ്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോഴും നിന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ അല്ലേ? അതങ്ങനെയല്ല ശ്രീ. ഞങ്ങളുടെ കുടുംബത്തില് എന്ത് വിശേഷം ഉണ്ടായാലും അത് ആദ്യം അറിയിക്കുന്നത് അച്ഛമ്മയാണ്. അതുകൊണ്ട് സംശയം തോന്നിയപ്പോ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞത്. അമ്മ അത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടില് എല്ലാരോടും പറയുകയും ചെയ്തു. അതാ അച്ഛമ്മ വിളിച്ചത്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ സനു, അപ്പോഴേക്കത് സീരിയസ് ആയിട്ട് എടുത്തോ? എനിക്കിപ്പോ എന്റെ സനുവിനോട് ഒരു പരാതിയും പരിഭവവും ഇല്ല. നിറയെ സ്നേഹം മാത്രം. എന്തായാലും ഞാൻ ഈ സന്തോഷം ഇവിടെ എല്ലാരും അറിയിക്കട്ടെ. ശ്രീ ശ്രീ ശ്രീ, നാളെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ട് കൺഫേം ചെയ്തതിനു ശേഷം പറഞ്ഞാ പോരെ? പോരാ, സനു എന്തായാലും സനുവിന്റെ വീട്ടുകാരെല്ലാരും അറിയിച്ചില്ലേ? അപ്പൊ പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ അറിയിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അമ്മ എന്ത് പണിയായി കാണിച്ചത്? ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതാ. എല്ലാം നശിപ്പിച്ചു. ഹലോ ശ്രീ. ഹലോ ഗ്രിയേട്ട, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇറങ്ങിയ പാടെ ഗ്രിയേട്ടനെ ആദ്യം വിളിക്കുന്നത്. ആ, എന്നിട്ട് എന്തായി? കൺഫേം ചെയ്തില്ലേ? ചെയ്ത് ഗ്രിയേട്ട, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാന്ന് പറഞ്ഞു. ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റ് ശ്രീ. താങ്ക് യു ഗ്രിയേട്ട. ഞാൻ സനുവിന് കൊടുക്കാം. ഹലോ ഗിരിയേട്ടാ. ആ മോളെ, ഇപ്പൊ സന്തോഷമായില്ലേ മോക്ക്? ഇത് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരി കാണാം മോളെ. ശരി ഏട്ടാ. ബൈ. സത്യം പറഞ്ഞ ഈ ചടങ്ങൊക്കെ നിങ്ങളുടെ വീട്ടിലായിരുന്നു ആദ്യം നടക്കേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നവ്യക്കൊരു കുഞ്ഞുണ്ടാവാത്തതില് ഇവിടെ എല്ലാവർക്കും വിഷമമുണ്ട്. നിങ്ങൾ ഇത്ര പഴഞ്ചനായി പോയല്ലോ അനുരാധെ. ഇതിപ്പോ പഴയ കാലം പോലൊന്നും അല്ല. കല്യാണം കഴിഞ്ഞ ഉടനെ കൊച്ചുങ്ങൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് കുറച്ചുകൂടെ പുരോഗമിപ്പിച്ചിട്ട് കല്യാണമേ വേണ്ടാന്നങ്ങ് വെച്ചാ പോരെ ഗീതേ? അല്ല, ലിവിങ് ടുഗദർ ഇപ്പൊ നിയമപരമായല്ലോ. സത്യം പറഞ്ഞ സാനിയും ശ്രീനിഷും കാണിച്ചത് മണ്ടത്തരാണെന്ന് ഞാൻ പറയൂ. അവരെ പോലെ പ്ലാനിങ് ഇല്ലാത്തവരല്ല എന്റെ കിഷോറിന് നവ്യ. ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നാ ഇവരുടെ തീരുമാനം. അല്ലേ നവ്യ? ഞങ്ങളൊന്ന് സെറ്റിലായിട്ട് മതി കുട്ടികളെന്നാ കിഷോറേട്ടന്റെ തീരുമാനം. ഇങ്ങനെ ഓരോ ഭാരിച്ച തീരുമാനങ്ങൾ എടുത്താൽ ഒടുവിൽ വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തിളപ്പിച്ചു തരാൻ ആരും കാണത്തില്ല മോളെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഞാൻ തന്നെ. അല്ല അമ്പി, ഈ പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ട്. ജീവിതത്തിലൊന്ന് പച്ച പിടിക്കേണ്ട സമയത്ത് ഈ കുഞ്ഞു കുട്ടി പരാധീനങ്ങളെന്ന് പറഞ്ഞ സമയം കളഞ്ഞ അത് കഷ്ടം തന്നെയാ. ഇപ്പൊ തന്നെ സനുവിന്റെ കാര്യം നോക്ക്. ഈ കുഞ്ഞു വരുന്നതോടെ അവളുടെ കഷ്ടപ്പാട് തുടങ്ങാൻ പോവാ. ഒന്നുമില്ലെങ്കിലും അവൾ ഒരു അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനർ അല്ലേ. ഒന്നുകൂടെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ആ മേഖലയിൽ തന്നെ അവൾക്കൊരു ഉയർച്ച ഉണ്ടാവുമായിരുന്നു.
ഇതിപ്പോ എല്ലാം പോയില്ലേ. സനുവിന്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. പക്ഷെ ഒരു കാരണവശാലും ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം അവൾ എടുക്കരുത്. ആ രാമവരാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതിനകത്ത് എന്നാ രാമവരാ? ഈ എന്റെ അമ്മു ഉണ്ണിയപ്പോ സൂപ്പർ ഉണ്ണിയപ്പോ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടേ. എന്താടാ അമ്പി കാണിക്കുന്നേ? ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ? എല്ലാം നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടോ ദാമോദര? പോവാമേ. എങ്കിൽ പിന്നെ ഇത് നമ്മൾ പോകുന്ന കാറിൽ കൊണ്ട് വെച്ചേക്ക്. എന്താ തക്കുടു ഇത്? നിന്റെ പെങ്ങളുടെ ചടങ്ങിന് നീ കോട്ടും സൂട്ടും ഇട്ടോണ്ടാണോ പോകുന്നത്? അത് പിന്നെ അച്ഛമ്മ ഗിരിക്കേ ഓഫീസിൽ കുറച്ച് ജോലികളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വന്നേക്കാന്നാ പറഞ്ഞു. പുതിയ തലമുറയായി ഈ കുടുംബത്തിലേക്ക് ആദ്യമായി വരുന്ന കുഞ്ഞിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ്. നേരത്തിനും കാലത്തിനും ഒക്കെ അങ്ങ് എത്തിയേക്കണം. സനുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ വല്യമ്മാവനാണ് നീ, അത് മറക്കണ്ട. എന്താ മാഡം കാര്യം? സുമിതയെ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ സാനിയ നമ്പ്യാരെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. വാട്ട്? ഞെട്ടണ്ട, അവരാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടകളെ അയച്ചത്, അതും റോഷൻ എന്ന സുഹൃത്തിന്റെ സഹായത്തിൽ. മാഡം എന്തൊക്കെയാ പറയുന്നത്? സാനിയ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? യെസ്, അതാണ് സത്യം. വിത്ത് ഓൾ എവിഡൻസ് ഐ കൻ അറസ്റ്റ് ഹർ. മാഡം, സാനിയ പ്രഗ്നന്റ് ആണ്. ആ സന്തോഷ വാർത്ത അറിഞ്ഞ് അവളെ കാണാൻ വന്നതാ ഞങ്ങള്. ഇപ്പൊ മാഡം അവളെ അറസ്റ്റ് ചെയ്താ തകരാൻ പോകുന്ന 2 കുടുംബങ്ങളായിരിക്കും. മാഡം പ്ലീസ് അത് ചെയ്യരുത്. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല സുമിത. നമ്മുടെ കുടുംബത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരു ദുശകുനം പോലെ ഈ പോലീസ് എന്തിനാ വരുന്നേ? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരെന്തിനാ ഇവിടെ? ഒന്നുമില്ല അച്ഛമ്മേ, ആ പഴയ കേസിന്റെ കാര്യം എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നാ മാഡം. അതിന് ഇവിടെയാണോ വരേണ്ടത്? അത് പിന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ മാഡം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അച്ഛമ്മ ഒരു കാര്യം ചെയ്യേ, അവരെയും കൂട്ടി മേളിലോട്ട് ചെല്ലേ, ഞാൻ മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ചെല്ലു. നിങ്ങൾ എല്ലാവരും വന്നേ. ഞാൻ കരുതി തലവേന പിടിച്ച് കിടക്കുകയാണെന്നു. ദാ ഈ ചായ കുടിക്കേ, തലവേന പൊക്കോളും. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. തക്ക സമയത്ത് ഞാൻ വന്നുകൊണ്ട് അവരെ ഇങ്ങോട്ട് കയറ്റാതെ തടയാൻ പറ്റി. ആ CI മീര വർഗീസിന്റെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. അവരെന്തിനാ വന്നതെന്ന് അറിയൂ നിനക്ക്? നിന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്നെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് നീയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് CI മീര വർഗീസ് ഇങ്ങോട്ട് വന്നത്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചേച്ചിയെ കൊല്ലാൻ നോക്കിയെന്നോ? എനിക്ക് അതിനൊക്കെ കഴിയോ ചേച്ചി? പ്രതി കിട്ടാതായപ്പോ പോലീസുകാർ തന്നെ ഉണ്ടാക്കിയതായിരിക്കും ഈ കള്ളക്കഥ. മതി, നിർത്ത്. രക്ഷപ്പെടാനായിട്ട് ഒരു ന്യായം പറയേണ്ട സനു. നിന്റെ കൂട്ടുകാരൻ റോഷനെ പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ നല്ല തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് വന്നത് അറിഞ്ഞിട്ടാണ് നീ ഈ മുറിയിൽ കയറി വാതിലടച്ച് ഈ നാടകം കളിച്ചൊന്നും എനിക്കറിയാം. ഒടുവിൽ പോലീസ് പോയപ്പോ നിന്റെ ഒളിച്ചുകളി ഗിരിയേട്ടനോടുള്ള സ്നേഹമായിട്ട് നീ മാറ്റി. ബുദ്ധി കൊള്ളാട്ടോ. പാവം ഗിരി അനിയത്തിയുടെ അഭിനയത്തിന് മുന്നിൽ അങ്ങ് വീണുപോയി. നീ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എനിക്കത് അറിയാൻ വേണ്ട. പക്ഷേ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആൾക്ക് മാപ്പ് കൊടുത്ത് വെറുതെ വിടാൻ മാത്രം മഹാമനസ്കതയൊന്നും എനിക്കില്ല. മീര വർഗീസിന്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ നിന്റെ താമസവേ ജയിലിലായിരിക്കും. ഞാനത് ചെയ്യാത്തത് ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് മാത്രം. പിന്നെ എന്റെ ഭർത്താവും അനിയനും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടും. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്. എന്നോട് ക്ഷമിക്കണം.
നിന്റെ അടുത്ത് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സനു. പക്ഷെ ഞാനിത് ആരുടെ അടുത്തും പറയാതിരിക്കാനായിട്ട് അമീര വർഗീസിനെ പറഞ്ഞു നിർത്താൻ എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഒരു ഉറപ്പ് വേണം. നിന്റെ ഈ വയറ്റിൽ വരുന്ന കുഞ്ഞിന് നീ ജന്മം നൽകണം. ഈ 2 വീട്ടുകാരും ആഗ്രഹിക്കുന്ന പോലെ നീ ഒരമ്മയാവണം. അതല്ല, വളഞ്ഞ വഴിയിലൂടെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ അമീര വർഗീസിനെ കൊണ്ട് നിന്റെ ഈ 2 കൈകളിലും ഞാൻ വിലങ്ങ് വെപ്പിച്ചിരിക്കും സനു. ചന്ദ്രേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ എങ്ങോട്ട് വരാൻ? ആ സാനിയെ കാട്ടിക്കൂട്ടുന്ന ഒന്ന് കണ്ടേ. ഇങ്ങോട്ട് വാ, വന്നേ. ഓ, അവിടെ ചെന്ന് നോക്കി. അയ്യോ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഗർഭിണികൾ ഇങ്ങനെ കസർത്ത് കാണിച്ച എങ്ങനെ ശരിയാവുക? അതല്ലേ ഞാനും പറയുന്നത്. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചെന്ന് അവളോട് പറയേ. മോളെ സനു, നീ എന്താ ഈ കാണിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല മോളെ. ഗർഭിണി ഇങ്ങനെ ചെയ്യുന്നത് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് കേടാ മോളെ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക് മോളെ. ഒന്ന് നിർത്ത് സനു. ശ്രീകുട്ട, സനു ഇത് എന്തിനുള്ള പുറപ്പാടാ? വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചോണ്ടാണോ സനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത്? നീ ഇങ്ങോട്ട് വാ, വാ. നോക്ക, ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ലേ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. സനു, അമ്മ പറഞ്ഞ കേട്ടില്ലേ? ഈ സമയത്ത് ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. വെറുതെ റിസ്ക് എടുക്കണ്ട. ശ്രീക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാനൊരു ഫാഷൻ പ്രൊഫഷണലാ. എനിക്ക് എന്റെ ബോഡി ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇടി, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് നിനക്ക് ഇതൊക്കെ ആരംഭിച്ച പോരെ? പ്ലീസ് സ്റ്റോപ്പ് ദിസ് സനു. ഇടി, നീ ഇപ്പൊ ചെയ്യുന്ന കുഞ്ഞിന് ദോഷമുള്ള കാര്യമാ. എന്ന് ആര് പറഞ്ഞു? ഗർഭിണികളെ മേലനങ്ങാതിരിക്കാൻ പാടില്ല എന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അതൊക്കെ ശരിയാ മോളെ. ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ഒരുപാടുണ്ട്. അതൊക്കെ അമ്മ മോക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല മോളെ. മോള് ചെറിയ കുട്ടിയെ, കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട് എല്ലാം അമ്മ നോക്കിക്കൊള്ളാം. അമ്മ പറയുന്നത് മോളെ അനുസരിച്ചാ മതി. എന്നെ അങ്ങനെ ആരും ചെറിയ കുട്ടിയൊന്നും ആക്കൊന്നും വേണ്ട. ആരും എന്നെ അനുസരിപ്പിക്കാനും വരണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊരു കഷ്ടാ ഇത്. ഞാൻ പറഞ്ഞില്ലേ അക്കുനോട്, നമ്മൾ ഇവിടുന്ന് കുത്തിപ്പൊക്കി വിട്ടാലല്ലാതെ ഗിരി ഇന്ന് സുമിയുടെ വീട്ടിലേക്ക് പോകുന്ന ലക്ഷണമില്ല. എന്തോന്നറിയത്? ഒന്ന് മതിയാക്കി എഴുതിട്ട് പോയേ. അതാ കഴിഞ്ഞു. നിനക്കറിയാലോ, ഇതൊന്നും പെൻഡിങ് വെക്കാൻ പറ്റാത്ത ഫയൽസ് ആണ്. ആ പിന്നെ സനുവിന് കൊടുക്കാൻ ഞാൻ എന്റെ കളക്ഷനിൽ നിന്ന് ഒരു മോതിരം സെലക്ട് ചെയ്തു. സത്യത്തിൽ സെലക്ട് ചെയ്തത് ഞാനല്ല, സുമിയാണ്. വെറുതെ അല്ല, നല്ല സെലക്ഷൻ. എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കൊന്നും വേണ്ട. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് തന്നെയാണ്. പിന്നെ സുമി ഏതാവും എടുക്കുക എന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നിയത് കൊണ്ട് ഞാൻ വെറുതെ അവളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞതാ. എന്റെ മനസ്സ് വായിച്ചതുപോലെ അവൾ ഇത് തന്നെ സെലക്ട് ചെയ്തു. ആഹാ, ഇതാണ് മനപ്പൊരുത്തം അല്ലേക്കു? അതെ അതെ, നിന്റെ മനസ്സിലുണ്ടായിരുന്നതേ ഈ മോതിരം തന്നെയാണെന്ന് അറിഞ്ഞപ്പോ സുമിക്ക് ശരിക്കും സന്തോഷമായി കാണുമല്ലേ? അക്കാര്യം ഞാൻ അവളോട് പറഞ്ഞില്ല. പറഞ്ഞില്ലെന്നു? അതെന്താ?
എടാ പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ എന്താ, അവള് സെലക്ട് ചെയ്ത് തന്നെയാണല്ലോ ഞാൻ സനുവിന് കൊടുക്കാൻ പോകുന്നത്. അതല്ലേ കാര്യം. അല്ല, അത് മാത്രല്ല കാര്യം. ആ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ സുമിക്ക് എന്ത് സന്തോഷായനെ ഗിരി. അതെന്താ നീ ഓർക്കാത്തെ? എടാ, ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന ഒരു അംഗീകാരല്ലേ, അതല്ലേ ഇത്? എന്തിനാ ഗിരി സ്നേഹത്തിന്റെ കാര്യത്തിൽ സുമിയോട് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ അവളോട് ഒരു പിശുക്കും കാണിക്കുന്നില്ല. എന്റെ മനസ്സിൽ പൊന്നു സ്നേഹേ സുമിയോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, റെസ്പെക്റ്റും ഉണ്ട്. പിന്നെ നീ എന്തിനത് പ്രകടിപ്പിക്കാൻ പഠിക്കുന്നത്? മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ച സ്നേഹത്തിന് ഒരു വിലയുണ്ടാവില്ല ഗിരി. ഗിരി ഈ വാരിക്കോരി ചെലവാക്കുന്ന പണം പോലെയുള്ളൂ അതും. ചെലവാക്കുമ്പോഴേ അതിന് വിലയുള്ളൂ. മേശയ്ക്കുള്ളിൽ പൂട്ടി വെച്ചാലേ അത് വെറും കടലാസാ. അത് എനിക്കറിയാം. പക്ഷേ എന്തോ എനിക്കതൊന്നും ആരോടും പ്രകടിപ്പിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഐ വിൽ ട്രൈ. ഐ വിൽ റിയലി ട്രൈ. എന്താ ചെയ്യേണ്ടതെന്നേ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അവിടെ ചെന്ന് ഈ മോതിരം സനുവിന് കൊടുക്കുമ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ഇക്കാര്യം തുറന്നു പറയണം. അതായത് നിന്റെ മനസ്സിലുണ്ടായിരുന്ന അതേ മോതിരം തന്നെയാണ് സുമിത സെലക്ട് ചെയ്തതെന്ന്. അതെ, സുമിക്കത് ഒത്തിരി സന്തോഷാവും. ഇതിലും ഭേദം തിരക്കിന്റെ പേരും പറഞ്ഞൊന്നും കൊടുക്കാതിരിക്കുന്നതായിരുന്നു. അമ്പാടിക്കണ്ണനാണല്ലോ. അപ്പോ ആൺകുട്ടിയാണ് ശ്രീയുടെ മനസ്സിൽ. ഈശ്വരൻ എന്ത് വന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും സമയം. ഇത് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും മകൾ. നല്ല ചോയ്സാ. അല്ലെങ്കിലും ഗിരിയേട്ടന്റെ ചോയ്സ് എപ്പോഴും നന്നാവാതെ പോയിട്ടുള്ളത്. അത് നന്നാവാതെ പോയത് ആകെ ഇവളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഏട്ടന്റെ ചോയ്സ് അല്ല, നിന്റെ ഏട്ടത്തിന്റെ ചോയ്സാ. സുമിയുടെ സെലക്ഷൻ ആണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. നല്ല ഭംഗിയുണ്ട്, പക്ഷേ വളരെ സിമ്പിൾ ആയിപ്പോയി. ഉറപ്പായിട്ടും അക്കൂട്ടത്തില് ഇതിലും ആർഭാടുള്ള ഡിസൈൻസ് ഉണ്ടായി കാണും. ഗിരി തന്നെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ സനിക്ക് കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള സമ്മാനം കിട്ടിയെന്ന്. അത് നേരാ. സെലക്ഷൻ ഗിരിയുടേതായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊലിമുള്ളതായിരുന്നേനെ. അതെനിക്കും തോന്നി. എന്നാ ഈ വിഷയത്തിൽ തെറ്റുപറ്റിയത് നിങ്ങൾക്കാ. സത്യത്തിൽ എന്റെ മനസ്സിലുള്ള ചോയ്സ് പുറത്തു പറയാതെ ഞാനിത് സുമിയെ കൊണ്ട് സെലക്ട് ചെയ്യിച്ചതാ. ഞാൻ മനസ്സിൽ കണ്ട മോതിരം തന്നെയാണ് സുമി സെലക്ട് ചെയ്തത്. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാനാണോ ഗിരി അപ്പൊ വീട്ടിൽ വെച്ചൊന്നും പറയായിരുന്നത്? അത് സൂപ്പറായടാ. ഞങ്ങള് പറഞ്ഞ ഒരു കാര്യങ്ങൾ നീ ചെയ്തല്ലോ, സന്തോഷം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യാനിരുന്നതാ. വീണെടുത്ത് കിടന്നു വിടാതെ. എന്തായാലും സുമിക്ക് സന്തോഷമായല്ലോ, അത് മതി. പിന്നെ ഞാൻ വിളിച്ച കാര്യം പറയാൻ വിട്ടു. ആ ഈജിപ്ഷ്യൻ കമ്പനിക്ക് മെയിൽ അയക്കാനുള്ള കാര്യം മറക്കല്ലേ. അയ്യോ, ഷോ അത് ഞാനിപ്പോ തന്നെ ചെയ്യാം. നീ ഓർമ്മിച്ച് നന്നായി. ശരി, ഓക്കെ, ബൈ. എന്തായാലും ഗിരി അത് തുറന്നു പറഞ്ഞല്ലോ. സുമിക്ക് ഒരുപാട് സന്തോഷായി കാണും. ഇതവന്റെ പ്രശ്നം, ഒന്നും അറിഞ്ഞു ചെയ്യില്ല, എല്ലാം പറഞ്ഞു ചെയ്യിക്കണം. ഗിരി ഒരു പ്രത്യേക സ്വഭാവക്കാരനല്ലേക്കു. അവനെ നമ്മൾ വേണം മാറ്റിയെടുക്കാൻ. ഇനി വരുന്ന അവന്റെ കോഴിക്കോട് ട്രിപ്പിലും സുമിയെ ഉൾപ്പെടുത്തണം. അക്കു ആ കാര്യം ഗിരിയോട് സംസാരിക്കണം. അതെ, നമ്മൾ പറഞ്ഞ ചിലപ്പോ അവൻ അത് കേട്ടില്ലെന്ന് വരും. അതുകൊണ്ട് നൈസായി അച്ഛമ്മയെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാ മതി. അത് ഞാൻ ഏറ്റു. അമ്മ
നീയാ കാണിച്ചത്? ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സത്യമായിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മോളെ. നീ എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യം എങ്ങനെയോ സുമിത അറിഞ്ഞു. അവളത് ഗിരിയോട് പറഞ്ഞു. ഗിരി വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രഹസ്യം പൊളിച്ചു. അതാ ഉണ്ടായത്. അല്ലാതെ ഇതിൽ എനിക്കൊരു പങ്കുമില്ല മോളെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരോ കേട്ടിട്ടുണ്ട്. ബാക്കി പലഹാരങ്ങളും ചായ എടുത്തോണ്ട് അങ്ങോട്ട് വാ. ചേച്ചി ഒരാള് വിചാരിച്ചുകൊണ്ട് മാത്ര ഇതിങ്ങനെയായി തീർന്നത്. എല്ലാം കേട്ടപ്പോ ശരിക്കും ഞാൻ പേടിച്ചതാ. ചേച്ചി ബുദ്ധിപരമായി അത് ഡീല് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. നന്ദു, ഈ വിവരം വേറെ ആരുടെ അടുത്തും പറയണ്ട. നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. ഇനിയിപ്പോ ശ്രീനിഷായിരിക്കോ സുമിതയോട് വിളിച്ചു പറഞ്ഞത്? ഏയ്, ഒരിക്കലും ഇല്ലമ്മേ. ശ്രീയായിരുന്നെങ്കിൽ അവനത് എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു. ഇത് നന്ദിതയാവാനാ വഴി. അതോ ഇനി അമ്മ സംസാരിച്ചത് സുമി നേരിട്ട് കേട്ടതാണോ? ഇനി മറ്റെന്തേലും കാരണം ഉണ്ടാക്കി സനുവേട്ടത്തി അബോഷന് ശ്രമിക്കുമെന്നാ എന്റെ പേടി. അതോർത്ത് നീ പേടിക്കണ്ട. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങളവിടെ ഒന്നും കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നതാ. നിങ്ങള് അമ്പയും മോളും കൂടി വല്ല രഹസ്യം പറയുവാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയേക്കാം. അതെന്താ ഗീത അങ്ങനെ പറഞ്ഞത്? ഗീത അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് ഞങ്ങക്ക് പറയാനുള്ളത്? എത്ര പെട്ടെന്ന് ഒരു കുഞ്ഞു വേണ്ടായിരുന്നെന്നാ സനുവിന്റെ അഭിപ്രായം. അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു ഞങ്ങള്. കരിയറിൽ ഒരുപാട് അവസരങ്ങൾ ഇവളെ തേടി വരുന്ന സമയമല്ലേ? ഈ സമയത്ത് ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാ സാനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇരു ചെവി അറിയാതെ ഇതങ്ങ് വേണ്ടാന്ന് വെക്കാൻ ഇനിയും സമയമുണ്ടല്ലോ അനുരാധ. അതിലും പ്രശ്നമുണ്ട് ഗീതേ. ഇവളുടെ ഹെൽത്ത് വെച്ച് ഇപ്പൊ ഒരു അബോർഷൻ റിസ്കാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? തൽക്കാലം ഈ ചടങ്ങൊന്ന് കഴിയട്ടെ സനു. ഗിരിയൊക്കെ ഉള്ളതാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. സോറി, അതെ, ചായ കുടിക്കാം. വാ. ആ